പകുതിവില തട്ടിപ്പിന്റെ മുഖ്യ സൂത്രധാരൻ KN ആനന്ദകുമാർ തന്നെയെന്ന് ക്രൈംബ്രാഞ്ച്. ആനന്ദകുമാറും സംഘവും ആദ്യം പദ്ധതിയിട്ടത് വിവിധ കമ്പനികളുടെ CSR ഫണ്ട് തട്ടിപ്പിന്. അനന്തു കൃഷ്ണനിൽ നിന്ന് ആനന്ദകുമാർ കോടികൾ കൈപ്പറ്റിയത് തട്ടിപ്പ് പണം ആണെന്ന അറിവോടെയെന്നും ക്രൈംബ്രാഞ്ചിന്റെ കണ്ടെത്തൽ. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് സഹിൻ ആന്റണിയാണ് ചേരുന്നത്. സഹിൻ, ഈ പാതിവില തട്ടിപ്പിന്റെ മാസ്റ്റർ ബ്രെയിൻ ആനന്ദകുമാർ എന്നുള്ളതാണോ ഇപ്പോൾ അന്വേഷണ സംഘത്തിന്റെ നിഗമനം? തീർച്ചയായിട്ടും ലക്ഷ്മി, അങ്ങനെ തന്നെയാണ്. അതായത് പാതിവില തട്ടിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ക്രൈംബ്രാഞ്ച് അന്വേഷണം പുരോഗമിക്കുമ്പോൾ അത് എത്തിച്ചേരുന്നത് ആനന്ദ്കുമാറിലേക്കാണ്. ആനന്ദ്കുമാറാണ് ഇതിൻ്റെ ഒരു മാസ്റ്റർ ബ്രെയിൻ എന്നുള്ളൊരു നിലയിലേക്കാണ് പോലീസ് എത്തിച്ചേർന്നിരിക്കുന്നത്. മാത്രമല്ല, പോലീസ് പറയുന്ന മറ്റ് കാര്യങ്ങൾ ഇങ്ങനെയാണ്. ആനന്ദ്കുമാറിന് കൃത്യമായിട്ട് അറിയാമായിരുന്നു CSR ഫണ്ട് തട്ടിപ്പ് നടത്തുക എന്നൊരു ലക്ഷ്യം വെച്ചുകൊണ്ട് ചെറു NGOകളെ എല്ലാം ഒത്തുചേർത്തുകൊണ്ട് ഒരു സംഘം ഉണ്ടാക്കുക, അതുവഴി CSR ഫണ്ട് തട്ടിയെടുക്കുക എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. പക്ഷേ CSR ഫണ്ട് കിട്ടില്ല എന്ന് അറിഞ്ഞതോടുകൂടി ഈ തട്ടിപ്പിന്റെ വ്യാപ്തി വർദ്ധിപ്പിക്കുകയാണ് ചെയ്തത്. മാത്രമല്ല, ഈ 2 കോടിയോളം രൂപ അദ്ദേഹത്തിന്റെ അക്കൗണ്ടിലേക്ക് അനന്തു കൃഷ്ണനിൽ നിന്നും വാങ്ങുമ്പോൾ കൃത്യമായിട്ട് ആനന്ദ്കുമാറിന് അറിയാമായിരുന്നു ഇത് ഒരു തട്ടിപ്പ് പണമാണ്. ആ തട്ടിപ്പ് പണമാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ആനന്ദ്കുമാർ ഈ പണം വാങ്ങുന്നത്, അനന്തു കൃഷ്ണൻ ഈ പണം ഇയാൾക്ക് കൈമാറുകയും ചെയ്യുന്നത്. എന്തായാലും ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണത്തിൽ ഇതിന്റെ ഒരു മാസ്റ്റർ ബ്രെയിൻ അത് ആനന്ദ്കുമാറാണ് എന്നുള്ള നിലയിൽ തന്നെയാണ് കണ്ടെത്തിയിരിക്കുന്നത്. മാത്രമല്ല, മുൻപ് പല ഘട്ടങ്ങളിലും ക്രൈംബ്രാഞ്ച് ചോദ്യം ചെയ്തപ്പോൾ തനിക്ക് ഈ തട്ടിപ്പിൽ പങ്കില്ല എന്നുള്ള ഒരു നിലപാട് ആവർത്തിക്കുകയായിരുന്നു ആനന്ദ്കുമാർ. എന്നാൽ ഇപ്പോൾ ഈ പണം വാങ്ങിയതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ ചോദിക്കുമ്പോൾ ആനന്ദ്കുമാറിന്റെ മറുപടികൾ വ്യക്തമായി കാര്യങ്ങൾ പുറത്തേക്ക് വരുന്നു. ഇതൊരു തട്ടിപ്പാണ് എന്ന് വ്യക്തമായ ധാരണയോടുകൂടിയായിരുന്നു കാര്യങ്ങൾ മുന്നോട്ട് വെച്ചത് എന്നുള്ള മറുപടികൾ പുറത്തേക്ക് വരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ലക്ഷ്മി, സഹിൻ ആന്റണിയാണ് കൊച്ചിയിൽ നിന്നും വിവരങ്ങൾ പങ്കുവച്ചത്.